ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദിസ്. ഞാൻ കഷ്ണാണ്. ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ഫ്രൂട്ടാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, പക്ഷെ ഫസ്റ്റ് ടൈമാണ്. ഇതിൻ്റെ പേര് ആഞ്ചക്ക. അച്ഛൻ കുറേ കഴിച്ചു, പണ്ട് കുറേ കഴിച്ചിട്ടുണ്ട്. നല്ല മധുരവുമാണ്, നല്ല ടേസ്റ്റ് ഉള്ളതെന്ന്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ആഞ്ഞിലിന്ന് ഞങ്ങളാണ് ഇന്നലെ പറിച്ചത്. ഇതാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫസ്റ്റ് ടൈമാ. എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം 2 ദിവസത്തിന് മുമ്പ് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മഴയൊക്കെ കുറഞ്ഞു, ചെറുതായിട്ട് ചൂടൊക്കെ ആയി തുടങ്ങി. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് പറയുന്നത് ഒരു ആഞ്ഞിലിച്ചക്കയുടെ കഥയാണ്. ആഞ്ഞിലിച്ചക്ക ഇഷ്ടമല്ലാത്തതായിട്ട് ആരും കാണത്തില്ല. അപ്പം നമ്മളിങ്ങനെ ക്വാറൻറ്റൈൻ സമയത്ത് വീടിൻ്റെ സിറ്റ് ഔട്ടിലിരുന്നപ്പോഴാണ് ആഞ്ഞിലിച്ചക്കയൊക്കെ നല്ലതായിട്ട് വിളഞ്ഞ് കിടക്കുന്നുണ്ട്. അത് നമ്മുടെ തൊട്ട അപ്പുറത്തെ പറമ്പിൽ. അങ്ങനെ അവിടുത്തെ ചേട്ടനോട് സംസാരിച്ചിട്ട് നമ്മൾ ഒരാളെയൊക്കെ ഏർപ്പാടാക്കിയിട്ട് ആഞ്ഞിലിച്ചക്ക പറിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പം ശങ്കരൻ ഇതുവരെ ആഞ്ഞിലിച്ചക്ക കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ അവന് അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം നമുക്കറിയാവുന്ന ഒരു ചേട്ടനെ നമ്മൾ ഏർപ്പാടാക്കി അതൊക്കെ പറിച്ചു. ഭയങ്കര ഹൈറ്റിലായിരുന്നു ഈ ആഞ്ഞിലിച്ചക്ക പഴുത്ത് നിന്നത്. അത് കാരണം ആരും അതുകൊണ്ടാണ് ഇത് പറിച്ചെടുക്കാൻ മുതിരാത്തത്. ഇത് തന്നെത്താനെ പഴുത്ത് താഴെ വീണങ്ങ് പോത്തതേ ഉള്ളൂ. അണ്ണാനും വവ്വാലും ഒക്കെ കടിച്ച് അങ്ങനെ പോത്തതേ ഉള്ളൂ. ആരും പറിച്ചെടുക്കാറില്ല. ഇപ്രാവശ്യം നമ്മളിങ്ങനെ ക്വാറൻറ്റൈൻ സമയത്ത് ഇങ്ങനെ സിറ്റ് ഔട്ട് ഇരുന്നപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം നമ്മുടെയൊക്കെ ചെറുതിലേ ഇത് കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരുപാട് നാളായി. അപ്പോൾ ഇങ്ങനെ കൊച്ചിനും കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളും ഇതിന് ഇറങ്ങി തിരിച്ചത്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അങ്ങനെ ഏകദേശം വിളഞ്ഞ ആഞ്ഞിലിച്ചക്ക എല്ലാം തന്നെ പറിച്ചെടുത്തു. അതിനുശേഷം ഓരോന്നും സോർട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളതും പിന്നെ നമ്മൾ കുറച്ച് അയൽവക്കത്തൊക്കെ കൊടുത്തു. പിന്നെ ഇവരും ആവശ്യത്തിന് കുറേശ്ശെ എടുത്തു. അങ്ങനെ നമുക്ക് കിട്ടിയത് നമ്മളൊരു തറയിൽ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അടുക്കി വെച്ചു. കാരണം ഇതിൽ കറയുണ്ട് ഈ ചക്കയിൽ.
എന്നിട്ട് നമ്മൾ വേറൊരു ചാക്ക് വെച്ച് ഇത് കവർ ചെയ്തിട്ടിരുന്നു. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇത് പഴുക്കും. അങ്ങനെ വിളഞ്ഞൊരു പരുവായിരുന്നു. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിത് പഴുക്കാത്തൊക്കെ ആണെങ്കിൽ ചാരത്തിനകത്തൊക്കെ വെച്ചാണ് പഴുപ്പിക്കുന്നത്. ഇപ്പം ഇത് നന്നായിട്ട് വിളഞ്ഞേക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളൊരു തറയിലിങ്ങനെ നിരത്തിയിട്ടിട്ട് വേറൊരു കവർ വെച്ചിങ്ങനെ കവർ ചെയ്തു. അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആഞ്ഞിലിച്ചക്കയൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ അതേണ്ട നമ്മുടെ ആഞ്ഞിലിച്ചക്കയൊക്കെ നല്ല അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അങ്ങനെ ഞങ്ങളെല്ലാ ആഞ്ഞിലിച്ചക്കയും ഇതേപോലെ ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു. ഞാൻ കഷ്ണാണ്. ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ഫ്രൂട്ടാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, പക്ഷെ ഫസ്റ്റ് ടൈമാണ്. ഇതിൻ്റെ പേര് ആഞ്ചക്ക. അച്ഛൻ കുറേ വാങ്ങിച്ചു, പണ്ട് കുറേ കഴിച്ചിട്ടുണ്ട്. നല്ല മധുരവുമാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു ആഞ്ഞിലിന്ന് ഞങ്ങളാണ് ഇന്നലെ പറിച്ചത്. ഇതാണ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫസ്റ്റ് ടൈമാ. ഈ ചക്കയുടെ ചെറുത് എങ്ങനെയാണ് അത് തന്നെ സാധനം. ഭയങ്കര സോഫ്റ്റ് ആണ് തൊലി കേട്ടോ. ഇങ്ങനെ ചുമ്മാ ഒന്ന് സ്ലൈഡ് ചെയ്യാൻ നോക്കുന്ന ഒരു എത്രയേ ഉള്ളൂ. എന്താ എത്രയേ ഉള്ളൂ. ഞാൻ കഴിച്ചു നോക്കട്ടെ. ആ കഴിച്ചുള്ളൂ. ചെറിയ പൊടിയുണ്ട്. വാവ്. അതുകൊണ്ട് കേട്ടോ ചെറിയ പുളി.
ആഞ്ഞിൽ ചക്ക കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ വീണ്ടും പുതിയ പുതിയ നല്ല വീഡിയോകളും റെസിപ്പികളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി ബൈ ബൈ.